നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ കാണുന്ന കുറേ മലകളില്ലേ, റോഡിൽ പോകുമ്പോൾ ദൂരെ നിന്ന് വലിയ വലിയ മല, എനിക്ക് തോന്നുന്നു അതുപോലൊരു മല ഇത്. അതിൻ്റെ ഉള്ളിലുള്ള ഒരു അവസ്ഥ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. വൈബായിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഒരു വൈബും ഇല്ല. ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഫസ്റ്റ് ടൈം മലയാറ്റൂർ മല കയറാൻ വേണ്ടി പോവുകയാണ്. ഇത് മല കയറുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. അപ്പോൾ നമ്മളത് കുറച്ച് തിരിയും കാര്യങ്ങളൊക്കെ മുകളിൽ കത്തിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മുകളിലാണ് നമ്മുടെ മലയാറ്റൂർ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് എത്താൻ വേണ്ടി ഏകദേശം 1 മണിക്കൂർ യാത്രയെങ്കിലും എനിക്ക് വേണ്ടി വന്നു. ചിലപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ നടക്കുന്നതുകൊണ്ടായിരിക്കും, പക്ഷേ ഇത് ഭയങ്കര ഒരു അഡ്വഞ്ചർ യാത്രയായിരുന്നു. കാരണം ഞാനൊരു 3:30 സമയത്താണ് ഇവിടെ എത്തിയത്. ആ ടൈമിലാണ് ഞാൻ നടക്കാൻ തുടങ്ങിയത് പോലും. നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ആദ്യം തന്നെ ഞാൻ നല്ലൊരു സ്ഥലത്ത് എത്തിച്ചേർന്നു. അപ്പോൾ ഞാൻ നിങ്ങൾ തുള്ളിച്ചാടി കഴിക്കുകയാണ് ഒരു കാര്യമില്ലാതെ. അങ്ങോട്ട് നടക്കുമ്പോഴത്തേക്കും എൻ്റെ തുള്ളിച്ചാട്ടൊക്കെ എല്ലാം മാറും. കാരണം ഇത് മൊത്തം നടന്നു വന്ന് ഏകദേശം ഒരു അവസ്ഥയിലായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ മല കയറുന്നതിന് മുന്നേ ഉള്ള ഈ ഒരു പ്ലേസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇവിടെ വെച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ നല്ല അടിപൊളിയാണ്. പക്ഷെ ഞാൻ ഈ വീഡിയോസും ഫോട്ടോസൊന്നും ഞാൻ എവിടെയും പോസ്റ്റൊന്നും ചെയ്യുന്നില്ല. ഞാൻ ആകെ നടന്ന് ക്ഷീണിച്ചു. കാരണം എനിക്ക് അത്ര ഇപ്പോൾ പണ്ടത്തെ പോലെ മല കയറാനുള്ള ഒരു ആരോഗ്യമൊന്നും എനിക്കില്ല. എങ്ങനെയൊക്കെയോ നമ്മളിവിടെ കയറുകയാണ്. കാരണം ഇത്രയും നടക്കാനുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ നല്ല വൈബ് സ്ഥലമാണ്. കാരണം ഫുള്ള് കാടും പച്ചപ്പും മറ്റേ നമ്മൾ ഒരു ഫിലിമില്ലായിരുന്നു, മാളികപ്പുറം, അതിൻ്റെ അകത്തുള്ള ആ കാടുകളുടെ അതേ ഒരു വൈബ്. ശബരിമല പോകുന്ന ആ റൂട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഞാൻ ഇതൊരു ശബരിമലയിൽ പോയിട്ടില്ല. അങ്ങനെ വരുന്ന വഴി ഒരു കുരിശ് മരത്തിൽ ചാരി നിർത്തിയ നിലയിൽ ഞാൻ കണ്ടു. ശരിക്കും ഒരു അപൂർവമായ കാഴ്ചയായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴി കുറേ ആൾക്കാരെയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും നമ്മളോട് പറഞ്ഞു, നിങ്ങൾ എവിടെ എത്തിയിട്ടില്ല, ഇനിയും പോകാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന്. പക്ഷേ ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ ഈ കല്ലിലും പുറത്തും ഒക്കെ ചാടിക്കയറുകയാണ്. ഞാനിപ്പോൾ കുറേ ചാടിക്കയറുന്ന രീതിയിലൊക്കെ നിങ്ങൾ കാണും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഞാൻ വീണ് കിടക്കുന്നവരെ കാണും. കാരണം ഇപ്പോൾ ഈ ചാടുന്നതൊക്കെ ലാസ്റ്റ് എന്തു ആവും എന്നൊക്കെ എനിക്ക് പോയി വന്ന അനുഭവത്തിൽ നന്നായിട്ട് അറിയാം. അതിൻ്റെ ഇടയിൽ നമ്മളൊരു അപ്പൂപ്പനെ ഇടയ്ക്ക് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് കിട്ടിയില്ല. ശേഷം ഞാൻ ഇങ്ങനെ ഓടിപ്പോവുകയാണ്. ഒരു കാര്യമില്ലാതെ ഞാൻ ഓടിപ്പോയി അവിടെ വെറുതെ കുത്തിയിരിക്കുക. ഞാൻ ആദ്യമേ പതുക്കെ പോയിരുന്നെങ്കിൽ എനിക്ക് ആ ഫ്ലോയിൽ പോകാമായിരുന്നു. ഓടിപ്പോയി അരമണിക്കൂർ റെസ്റ്റ്, അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. കാരണം നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ മലയാറ്റൂർ അടിവാരം ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു കാഴ്ചയായിരുന്നു അത്. മലയുടെ മുകളിൽ നിന്ന് നോക്കി ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയല്ലേ. അപ്പം ഞാൻ വീണ്ടും എൻ്റെ യാത്ര തുടങ്ങുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അരമണിക്കൂറിൽ കൂടുതൽ ഇവിടെ റെസ്റ്റ് ചെയ്തു. കാരണം അതുപോലെയാണ് ഞാൻ ഓടിപ്പോയത്. ഓടുന്നതിൻ്റെ എല്ലാം ഞാൻ ഓരോ കല്ലിൽ റെസ്റ്റ് എടുത്ത് തീർക്കുകയാണ്. അങ്ങനെ കുറേ സമയം എൻ്റെ വേസ്റ്റായി. അങ്ങനെ ഏകദേശം 3/4 മണിക്കൂറോളം നടന്നാണ് ഞാൻ ഫസ്റ്റ് കുരിശുമൂട് എത്തുന്നത്. ഇതുപോലെ ഏകദേശം 14 കുരിശുമൂടാണ് ഇവിടെ ഉള്ളത്. ഇനി ബാക്കിയുള്ള കുരിശുമൂടെല്ലാം അടുത്തടുത്താണെന്നാണ് നമ്മളോട് പോയി വന്നവരൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും വയ്യാത്ത അവസ്ഥ, വഴിയിൽ ഈ ചത്തതുപോലെ വീണ് കിടക്കുന്നത് ഞാനാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ ഞാൻ ധൈര്യം കൈവിട്ടു. അങ്ങനെ 2ാമത്തെ കുരിശുമൂട് ഞാൻ എത്തിച്ചേർന്നു. പിന്നെ നല്ല ആവിയുള്ള കാരണം ഞാൻ ഈ ഷാളെടുത്ത് തലയിൽ കെട്ടി വെക്കുകയാണ്. കാരണം നമ്മളിനി അങ്ങോട്ടുള്ള യാത്ര ഭയങ്കര കഠിനമേറിയതാണ്. കാരണം ഇതുവരെ നടന്നു വന്നതുപോലെയല്ല, ഇനിയാണ് ശരിക്കും യാത്ര ആരംഭിക്കുന്നത്. നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ കാണുന്ന കുറേ മലകളില്ലേ, റോഡിൽ പോകുമ്പോൾ ദൂരെ നിന്ന് വലിയ വലിയ മല, എനിക്ക് തോന്നുന്നു അതുപോലൊരു മല ഇത്. അതിൻ്റെ ഉള്ളിലുള്ള ഒരു അവസ്ഥ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. വൈബായിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഒരു വൈബും ഇല്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും. പക്ഷേ അവിടെ വരെ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ആശ്വാസമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഫൈനലി ഞാൻ മലയാറ്റൂർ മല എത്തിച്ചേർന്നു. ഇതൊന്നുമല്ല, ഇതിലും ദൂരമുണ്ട്. കാരണം ഞാൻ കുറേ വീഡിയോ ക്ലിപ്സൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഒരുപാട് ടയേർഡായിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കില്ലായിരുന്നു. അങ്ങനെ നമ്മൾ വരുന്ന വഴി നമ്മളൊരു ക്യൂട്ട് പപ്പിയെ കണ്ടു. മലയുടെ തൊട്ട് മുകളിൽ തന്നെ അവനുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ തിരിച്ച് താഴെ ഇറങ്ങി പോകുന്നിടം വരെ നമ്മുടെ കൂടെ അവൻ വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണ് നമ്മുടെ കൂടെ വന്നതെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഭയങ്കര ക്യൂട്ടായിരുന്നു അവൻ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മളോട് നല്ല രീതിക്ക് ഈ പപ്പി ഇണങ്ങുന്നുണ്ടായിരുന്നു. എന്തിനാണ് എല്ലാവരും മലയാറ്റൂർ ഇത്ര കഷ്ടപ്പെട്ട് പോകുന്നതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഈ ഒരു കാഴ്ച അടിപൊളിയായിരുന്നു. കാരണം നല്ല രീതിക്ക് എനിക്ക് ഇവിടുത്തെ മൊത്തം അങ്കമാലി മൊത്തം എനിക്ക് കാണാൻ പറ്റി.
കാണാൻ അടിപൊളി വ്യൂ ആയിരുന്നു. മൊത്തം മലകളാൽ ചുറ്റപ്പെട്ട ഒരു അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. എങ്ങനെ ഇത് പറഞ്ഞ് വർണ്ണിക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ പകൽ സമയമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു കാഴ്ചയായിരുന്നു ഇത്. രാത്രി ആയിട്ട് പോലും നല്ലൊരു ഭയങ്കര ബ്ലൂ കളറിലെ കുറേ മലകൾ, ചുറ്റും മഞ്ഞുകളും ഉണ്ടായിരുന്നു, മേഘങ്ങളും തട്ടി. അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ നമ്മളിനി മലയാറ്റൂർ ചർച്ചിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ അതിനാണല്ലോ ഇവിടെ ഏറ്റവും മുൻഗണനയായിട്ട് വന്നത്. അപ്പം ഇതിന് മലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കൊച്ചി എയർപോർട്ടൊക്കെ കാണാൻ പറ്റും. പക്ഷെ ആ ഒരു വീഡിയോ ഒന്നും ഇതിലോട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഫോണിലുള്ള ഫെസിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഫുൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ കയറി ചെന്നപ്പോൾ ആദ്യം കണ്ട ചർച്ചാണിത്. ഇവിടെ ഇതുപോലെ പലതരം ചർച്ചുകളുണ്ട്. പക്ഷെ നമുക്ക് എല്ലാ ചർച്ചിലും രാത്രി ആയതുകൊണ്ട് കയറാൻ പറ്റിയില്ല. ഇത് കേരളത്തിൽ നിന്നും പല ഭാഗത്തായിട്ട് നേർച്ചകൾക്ക് വേണ്ടി ആളുകൾ ചുമന്നുകൊണ്ട് വരുന്ന കുരിശാണ്. ഇതൊരു പ്രത്യേക ഒരു വിശ്വാസമായിട്ടാണ് പറയുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ എനിക്ക് ഇൻഫർമേഷനൊന്നും അറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചർച്ചിലും കയറി. അവിടെ കുറച്ച് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ചർച്ചിലും കയറി. നമ്മൾ മറ്റ് 2 ചർച്ചിലൂടെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഒരു യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നടന്ന അവസ്ഥയിലായ എന്നെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാൻ ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.